ദേശീയപാത പദ്ധതിയുടെ ഉദ്ഘാടന ചടങ്ങിൽ നിന്നും സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കിയതിനെതിരെ പ്രതിഷേധം. പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടി സംസ്ഥാന സർക്കാർ ബഹിഷ്കരിച്ചു. ദേശീയപാതയുടെ രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് റോഡ് ഷോ നടത്തി. കേന്ദ്ര നടപടി കേരളത്തെ അപമാനിക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 66 ഉദ്ഘാടനം കൊച്ചിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചത്. മുഖ്യമന്ത്രിയെ ക്ഷണിച്ച പരിപാടിയിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസിനെ ഒഴിവാക്കുകയും ചെയ്തു. കേന്ദ്രം ഭരിക്കുന്ന ബി.ജെ.പി. സർക്കാരിന്റെ രാഷ്ട്രീയ നടപടിയിൽ പ്രതിഷേധിച്ച് സംസ്ഥാന സർക്കാർ പരിപാടി ബഹിഷ്കരിച്ചു. പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയിൽ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കിയെന്നത് മാത്രമല്ല, പ്രോട്ടോകോൾ പോലും പരിഗണിക്കാതെ ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷനെ വേദിയിൽ പങ്കെടുപ്പിച്ചതുമാണ് സംസ്ഥാന സർക്കാരിനെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ചൊടിപ്പിച്ചത്. പിന്നാലെ ദേശീയപാത 66 രാമനാട്ടുകര മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിൽ മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ് റോഡ് ഷോ നടത്തി. കേന്ദ്രം ജനാധിപത്യ മര്യാദ പാലിച്ചില്ല എന്ന് ആരോപിച്ച മന്ത്രി റിയാസ് ബി.ജെ.പി. അധ്യക്ഷനെ വേദിയിലിരുത്തിയ രാഷ്ട്രീയ നടപടിയെയും വിമർശിച്ചു. വിവിധ പരിപാടികളുടെ ഉദ്ഘാടനമാണ്. അതിൽ PWD മന്ത്രിയില്ല, ബി.ജെ.പി. സ്റ്റേറ്റ് പ്രസിഡന്റ് ഉണ്ട്. ബി.ജെ.പി. സ്റ്റേറ്റ് പ്രസിഡന്റ് PWD മന്ത്രിയെ വെട്ടിവരേണ്ട ആളാണോ? പൊതുമരാമത്ത് വകുപ്പിനെയോ സർക്കാരിനെ അപമാനിച്ചല്ല, കേരളത്തെ അപമാനിക്കില്ല. ദേശീയപാത 66 യാഥാർത്ഥ്യമാക്കുന്നതിൽ LDF സർക്കാരിന് റോളില്ല എന്ന് സ്ഥാപിക്കാനാണ് ശ്രമമെങ്കിൽ അത് കേരളത്തിലെ ജനങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കിയ കാര്യമാണ്. മന്ത്രിയെ ഒഴിവാക്കിയ കേന്ദ്ര നടപടിയിൽ പ്രതിഷേധിച്ച് CPIM കാസർഗോഡ് തലപ്പാടി ചെങ്കള റീച്ചിൽ സമാന്തര ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. CH കുഞ്ഞമ്പു MLA ആണ് ഉദ്ഘാടനം നിർവഹിച്ചത്. പ്രധാനമന്ത്രി പങ്കെടുത്ത പരിപാടിയിൽ നിന്നും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയെ ഒഴിവാക്കിയ നടപടിക്കെതിരെ കേരളത്തിലെ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ശക്തമായ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്.